എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ എന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം ഒരു വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ എൻ്റെയും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഈ ദിവസം, ഈ പ്രഭാതം ഏറ്റവും മനോഹരമാകട്ടെ. ഇന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന സകല മേഖലകളിലും കർത്താവ് നിങ്ങൾക്ക് വിജയവും ആനന്ദവും സന്തോഷവും സാക്ഷ്യവുമാക്കി തീർക്കുന്ന ഒരു പകലായി മാറട്ടെ. സ്വതം വളരെ പ്രത്യാശയോടെയും ഉറപ്പോടെയും ധൈര്യത്തോടെയും നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് പോകാം. ഇന്ന് കർത്താവ് ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇന്ന് ഇവിടെ ബാംഗ്ലൂർ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാൻ വളരെ വേഗത്തിൽ ഒരു വചനഭാഗം വായിച്ച് സ്തോത്രം കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യമാണ്. 1 Peter chapter 2 verse 15. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടമാകുന്നു. ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള പ്രതീക്ഷകൾ, നമ്മളെപ്പറ്റിയുള്ള ആഗ്രഹം, ദൈവം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എൻ്റെ മക്കളെന്നൊരു ആഗ്രഹം കർത്താവിനുണ്ട്. അതിലൊരു ആഗ്രഹത്തെ പറ്റി പറയാം. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമാണ്. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമാണ്. അങ്ങനെ ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളപ്പോൾ അതിലൊരു വാക്യമാണ് ഞാനിപ്പോൾ ഉന്നയിച്ചത്. സ്തോത്രം. അതിനകത്ത് ഇപ്രകാരമാണ് പറഞ്ഞത്: നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടമാകുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം, നമ്മുടെ യേശുവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്തവരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. അപ്പം നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. തിരുവചനം നമ്മളോട് പറയാം, നന്മ ചെയ്ത് മടുത്തു പോകരുതെന്ന് പറയാം. അപ്പം നന്മ ചെയ്യണം. ആരെങ്ങനെ നിങ്ങളെ ഉപദ്രവിച്ചാലും നിങ്ങൾ അവർക്ക് നന്മയെ ചെയ്യാവുള്ളൂ. ദോഷം ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. പിശാച് അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും തരും. പിശാച് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് എന്ത് ശത്രുത ചെയ്തവരാണെങ്കിലും, നിങ്ങൾക്കെതിരെ ഏത് ദ്രോഹം ചെയ്തവരാണെങ്കിലും, നിങ്ങൾക്കെതിരെ എന്ത് തിന്മ പറഞ്ഞവരാണെങ്കിലും, നിങ്ങൾക്കെതിരെ എല്ലാ കള്ളം എല്ലാം നിങ്ങൾക്കെതിരെ ബോഷ്ക്ക് പറഞ്ഞ് നിങ്ങളെ അപമാനിച്ചവരായാലും, നിങ്ങൾ ഏത് നിലയിലുള്ളവരായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് തെറി പറഞ്ഞവർ കാണും, നിങ്ങളെ അപമാനിച്ചവർ കാണും, നിങ്ങളോട് ആക്രോശിച്ചവർ കാണും, നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ കാണും, നിങ്ങളെ മാറ്റി നിർത്തിയവർ കാണും, നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചവർ കാണും, നിങ്ങളെപ്പറ്റി കെട്ടുകഥ പറഞ്ഞവർ കാണും. വിവിധ തരത്തിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ പല വ്യക്തികളെ അല്ലേ കാണും. ഓരോ ദിവസവും നമ്മൾ കാണുന്ന പല വ്യക്തികളാണ്. നമ്മുടെ ബന്ധങ്ങൾ പലതരത്തിലുള്ള ബന്ധങ്ങൾ. അത് ഓഫീസിലാകാം, അയൽവക്കത്താകാം, കുടുംബത്തിലാകാം, കസിൻസിലാകാം, ഏത് നിലയിലാണല്ലോ അവിടെ എല്ലാം വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ദൈവത്തെ സ്നേഹിക്കാത്തവരും അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവരുമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വലിയ നന്മ പ്രതീക്ഷിക്കരുത്. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിന്മകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പതറിപ്പോയി അവരോട് അതിനത്തോളം പ്രതികാരം ചെയ്യും. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അങ്ങനെ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. തിരുവചനം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സുരം നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. ബുദ്ധിയില്ലെന്ന് അവരെ പറ്റി പറയുന്നത് കാരണം എന്താണെന്നറിയോ? ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാതെ ലോകപ്രകാരം നടക്കുന്നു. അത് അവർ ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. ബുദ്ധിയുള്ളവൻ എങ്ങനെയാണ്? ദൈവത്തെ കണ്ടെത്തും, ദൈവത്തെ അന്വേഷിക്കും. ബുദ്ധിയില്ലാത്തവൻ ദൈവത്തെ അന്വേഷിക്കില്ല. അവൻ പന്നിയെ പോലെ, അവൻ ചെളിയിലേക്ക് അവൻ്റെ മൂക്ക് കുത്തി, അവൻ ഒരിക്കലും മേളിലേക്ക് നോക്കത്തില്ല. അവൻ പന്നി എങ്ങനെ ചെളിയിൽ എപ്പോഴും കുനിഞ്ഞല്ല നടക്കുന്നത്, ചെളിയിലല്ല അവൻ മൂക്കിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ അവൻ ഇഹലോകത്തിലേക്ക് മാത്രം നോക്കും, അവൻ ദൈവത്തിലേക്ക് നോക്കത്തില്ല. ബുദ്ധിയുള്ളവനാണ് ദൈവത്തെ നോക്കുന്നത്. ഇന്ന് ബുദ്ധിയുള്ളവരെന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ദൈവത്തെ കണ്ടെത്തിയവർ, അതുകൊണ്ടാണ് നിങ്ങളിത് കേൾക്കാൻ രാവിലത്തെ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരെ. ലോകം നിങ്ങൾക്ക് ബുദ്ധി ചിലപ്പോൾ പറയും, വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ പല കാര്യത്തിലും അതിന് വലിയ ബോധവും വെളിവൊന്നും ഇല്ലെന്ന് പറയും. പക്ഷെ നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയവരാണോ? ലോകം നിങ്ങളെ ബുദ്ധിയില്ലെന്നോ മോശമില്ലെന്നോ അറിവില്ലെന്നോ പ്രാപ്തിയില്ലെന്നോ ഒക്കെ പറഞ്ഞാലും നിങ്ങളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. ബുദ്ധിയില്ലാത്തവർ ഇഹലോകത്തെ പറ്റി ചിന്തിക്കും, ഇഹലോകത്തിലെ നന്മകളെ പറ്റി ചിന്തിക്കും, അവർ ഇഹലോകത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കും. അവരുടെ ജീവിതം ആഹാരവും ഭക്ഷണവും കിടപ്പും ഉറക്കവും ഇഹലോകത്തിലേക്ക് എഴുന്നേൽക്കുന്നു, സന്തോഷിക്കുന്നു, തുള്ളുന്നു, കിടക്കുന്നു. ഇതാണ് അവരുടെ ജീവിതം. ബുദ്ധിയില്ലാത്ത കാരണം അവരുടെ നിക്ഷേപങ്ങൾ, അവർ സ്വർഗത്തെ പറ്റി ചിന്തിക്കുന്നില്ല. നിക്ഷേപം ഇവിടെയാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് ഇവിടെ അവർ തിന്നുകൊടുത്തു, അവർ ഒരിക്കൽ ചത്ത് മലക്കുന്നു, അവരുടെ ജീവിതം നാശത്തിലേക്ക് പോകുന്നു. പക്ഷെ ദൈവത്തിൽ പ്രത്യാശ വെച്ചവൻ ബുദ്ധിയുള്ളവനാണ്. അവൻ ദൈവത്തെ കണ്ടെത്തിയവൻ, അവൻ്റെ നിക്ഷേപം സ്വർഗത്തിലാണെന്ന് അറിഞ്ഞ് അവൻ പ്രത്യാശയോടെ ജീവിക്കും. അത് തന്നെയല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന എൻ്റെ സമസൃഷ്ടത്തിന് നന്മ ചെയ്യണം, അനുഗ്രഹം ചെയ്യണം. ഞാൻ ഒരിക്കലും ദോഷം ചെയ്യാൻ പാടില്ല, ഭോഷത്വം കാണിക്കാൻ പാടില്ല. അത് ദൈവിക ഗുണമാണ്. ദൈവം നന്മയെ ചെയ്യത്തുള്ളൂ, ദൈവം ദോഷമായി ചെയ്യത്തില്ല. തന്നെ ഉപദ്രവിച്ചവരോടും ദൈവം നന്മയാണ് ചെയ്തത്. കർത്താവിനെ അപമാനിച്ചവരോട് കർത്താവ് എന്താണ്? അവരോട് ദോഷം ചെയ്തോ ഇല്ല. കർത്താവിനെ പിടിച്ചു കെട്ടാൻ വന്നവനെ സ്വതന്ത്രം അവൻ്റെ പടയാളി കാതറുത്തപ്പോൾ അവനെ ശാസിച്ചിട്ട് അവനെ കാത് വെച്ചു കൊടുക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. തന്നെ തള്ളിപ്പറയുന്നവരെ ആരെയും കർത്താവ് അവരെ തള്ളിക്കളഞ്ഞതുമില്ല. സ്വതന്ത്രം തന്നെ ദോഷിച്ചവരെ ആരെയും കർത്താവ് പകരം ചെയ്യുവാൻ പോയില്ല. തന്നെ ക്രൂശിക്കാൻ പിടിച്ചവരോട് കർത്താവ് പറഞ്ഞത്,
ഇവർ ചെയ്യുന്ന എന്തെന്നറിയായെങ്കിൽ ഇവരോട് പൊറുക്കണമെന്ന് പറഞ്ഞു. ദൈവം ഒരിക്കലും ദോഷം ചെയ്തില്ല. തന്നെ അപമാനിച്ചു, തച്ചൻ്റെ മകൻ എന്ന് വിളിച്ച് അപമാനിച്ചു, തൻ്റെ കുലം പറഞ്ഞ് കളിയാക്കി, ജാതി പേര് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വർണ്ണവും പറഞ്ഞ് അവനെ മാറ്റി നിർത്താനും ആക്ഷേപിക്കാനും നോക്കി. അവൻ അവരോട് ദോഷമൊന്നും ചെയ്തില്ല. വേശ്യാപുത്രൻ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. അവൻ അവരോട് ആരോടും അത് പ്രൂവ് ചെയ്യാനോ തെളിയിക്കാനോ പോയില്ല. നമ്മളാണെങ്കിൽ പ്രൂവ് ചെയ്യും, ഞാൻ വേശ്യാപുത്രനല്ല, എനിക്ക് അപ്പനുണ്ടെന്നൊക്കെ പറയാൻ തെളിയിക്കാനൊക്കെ പോകത്തില്ല. അങ്ങനെ പോകത്തില്ല. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളെപ്പറ്റി എന്തെങ്കിലും അപമാനമോ കള്ളത്തരമോ തിന്മയായത് പറയുമ്പോൾ നിങ്ങളത് പ്രൂവ് ചെയ്യാൻ പോകരുത്. പ്രൂവ് ചെയ്യാൻ പോയാൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് നടക്കത്തില്ല. കാരണം നിങ്ങൾ ജഡത്തിൽ നിങ്ങൾ സംസാരിക്കും. അപ്പോൾ വാശി കൂടും, വൈരാഗ്യം കൂടും, അവിടെ നിങ്ങളുടെ നീതി വെളിപ്പെടത്തില്ല. ആ സമയത്ത് നിങ്ങൾ മിണ്ടാതെ മൗനമായിരിക്കണം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. ദൈവം അനീതിയുള്ള ദൈവമല്ല. സ്വതന്ത്രം നീ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിനക്ക് ദോഷം വരുന്നില്ല. നമ്മൾ പറയും നിനക്ക് നാവില്ലായിരുന്നു, നാവ് ഉയർത്തി പറയാൻ മേലായിരുന്നു, അവരോട് മറുപടി പറയേണ്ട, നല്ല മറുപടി പറയേണ്ട, ഇല്ലാക്കാതെ പറയുമ്പോൾ നല്ലത് പറയേണ്ടതെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പറയരുത്. കാരണം ദൈവം പറയുന്നത് നീ മിണ്ടാതെ മൗനമായിരുന്നു, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുന്ന. അവരിങ്ങനൊരു സാഹചര്യത്തിലേക്ക് നിന്നെ തള്ളിവിടുന്നു, ഇങ്ങനൊരു പറയുന്നത് അവരുടെ സമയം എടുത്തിരിക്കുക. കാരണം ഒന്നില്ലേ ദൈവത്തെ അറിയുവാൻ, അല്ലെങ്കിൽ അവരുടെ നാശത്തിന്. ഇത് രണ്ടിൽ ഏതിനും ഒന്ന് ഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനല്ലേ നമ്മൾ കയറി ഒന്നില്ലേ അവരുടെ നാശം തടയരുത്, അല്ലെങ്കിൽ അവർ ദൈവത്തിലേക്ക് വരാനുള്ള വിളിയെ തടയരുത്. ഇതിൽ രണ്ടിൽ ഒന്ന് അവരിൽ നടക്കും. ഒരു ദൈവ പൈതലിനെ ഒരുവൻ ആക്രമിക്കുമ്പോൾ, ഒരുവൻ നിന്ദിക്കുമ്പോൾ, ഒരു അപമാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്നില്ലെങ്കിൽ അവൻ്റെ നാശം, അല്ലെങ്കിൽ അവൻ്റെ രക്ഷ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കയറി ഇടപെട്ടാൽ ഒന്നില്ലെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന വിധി എന്താണോ അത് നടപ്പാകാതെ പോകും. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം മിണ്ടാതെ മൗനമായിരുന്ന് ദൈവത്തിന് മഹത്വം കാണുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് ഇതിനകത്ത് പറയുന്നത് നന്മ ചെയ്യണമെന്ന് പറഞ്ഞ് സ്വതം നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരോട് ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവം ഇഷ്ടമാകും. എന്തെല്ലാം ഭോഷത്വം അവർ കാണിക്കുകയും പറയുകയും ചെയ്യുമ്പോഴും നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കണം. ദോഷമായതൊന്നും ചെയ്യരുത്. തകരുന്ന കുടുംബത്തിന് നിങ്ങൾ ആശ്വാസമായി പ്രാർത്ഥിക്കണം. വീണുപോകുന്ന ഒരുത്തരെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ദോഷം പറഞ്ഞവനെ നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കണം. അവൻ അറിയാതെയാണ് പറയുന്നത്. എങ്ങനെയാണ് അവനെ നേരിട്ട് സഹായിക്കുമ്പോൾ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് നാളെ ദോഷം വരുന്നത് കർത്താവെ അവൻ അനുഗ്രഹിക്കപ്പെടണം. അവൻ ഇന്ന് ഭോഷത്വമാണ് പറയുന്നതും കാണിക്കുന്നതും, പക്ഷെ അവനോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കർത്താവ്. അതുകൊണ്ടല്ല ഇവർ ചെയ്യുന്ന എന്തെന്നറിയാമെങ്കിൽ ഇവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞു. കർത്താവിനെ അപമാനിക്കുക, കർത്താവിനെ ക്രൂശിക്കുക, അവനെ ഉപദ്രവിക്കുക. അവൻ എന്ത് ചെയ്തു? ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൻ നന്മ ചെയ്തു. കർത്താവ് പറഞ്ഞു അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അത് ആർക്ക് കഴിയും? അത് നമുക്കുണ്ടാവണം. പ്രിയമുള്ളവരെ, എന്നെ അപമാനിക്കുകയും എന്നെ ചിലപ്പോൾ മോശം തെറി പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ചുറ്റുവട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. കാരണം പരസ്യത്തിനൊക്കെ പോകുന്നതല്ലേ. പിന്നെ നമ്മളിങ്ങനെ ഓൺലൈൻ കൂട്ടായ്മയൊക്കെ ഉള്ളതല്ലേ. ചില പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളൊന്നും ചിലർക്കൊന്നും താല്പര്യം കാണത്തില്ല. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ നമ്മളെ ഏതെങ്കിലും ശത്രുതയോടെ കാണും. നമ്മൾ ആ കുടുംബത്തിന് അനുഗ്രഹത്തിന് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവർ നമ്മളെ ഏത് നിലയിലായിരിക്കും നമ്മളെ അപമാനിക്കാം എന്നുള്ളതായിരിക്കും അവർ നോക്കുന്നത്. അവർ പല രീതിയിലും ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ത്രട്ടണിങ് ചെയ്യുമ്പോൾ, സ്ക്രൂ ചെയ്യുമ്പോൾ, നമ്മളെ പ്രതികാരം ഉണ്ടാക്കാൻ, പ്രതികരിപ്പിക്കുവാനൊക്കെ ശ്രമിക്കും. നമ്മളെന്നെ ശാന്തമായിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞ് നന്മ ചെയ്ത് നിങ്ങൾ മടുത്തു പോരുന്നത്. നന്മയ്ക്കായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്മ ചെയ്യണം. അവരുടെ ഭോഷത്വത്തെ ഇല്ലാതാക്കുന്ന എങ്ങനെയാണ്? അവർ പറയുന്ന ഭോഷത്വത്തിന് തിരിച്ച് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടാണ്. അവർ മറുപടി കൊടുക്കേണ്ട, അവനെ വരയെ നിർത്തേണ്ട, അവനെ പറഞ്ഞ് ശാസിക്കേണ്ട, അവനെ നാവടക്കേണ്ടെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തമല്ല അവനെ നാവടക്കുന്നതോ അവനെ പറഞ്ഞ് ശാസിക്കുകയോ ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടത്. സ്തോത്രം. അവൻ്റെ ഭോഷത്വത്തിന് നമ്മൾ മറുപടി പറയരുത്. ആ ഭോഷത്വത്തിന് പകരം നമ്മൾ നന്മ ചെയ്യണം. നന്മ എന്താ? അവൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും വലിയ നന്മ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്ന തിരുവചനം പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് നാം ചെയ്യേണ്ടത്. സ്തോത്രം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകലിൽ നമുക്ക് നന്മ ചെയ്യുവാൻ കഴിയട്ടെ. മറ്റുള്ളവരുടെ ഭോഷത്വത്തെ ഇല്ലാതാക്കുന്ന, അവൻ്റെ നാവുകളെ അടക്കുന്ന, നമുക്കെതിരെ ഉയർത്തുന്ന ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെയും ബ്രേക്ക് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കഴിയും. നിങ്ങൾ മിണ്ടാതെ മൗനമായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വത്തെ മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാണ്. മിണ്ടാതാക്കണം. നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ മിണ്ടാതാക്കാനുള്ള ഏറ്റവും വലിയ നീ നന്മ ചെയ്യണം. എങ്ങനെ നിനക്ക് നന്മ ചെയ്യാം? അവനോട് മറുപടി പറഞ്ഞുകൊണ്ടല്ല, അവനോട് പ്രാർത്ഥിച്ച്, അവനെ അനുഗ്രഹിച്ചുകൊണ്ട്, അവനെ നന്മ വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ സ്തോത്രം നന്മ ചെയ്യണം. അവൻ്റെ ഭോഷത്വത്തെ മിണ്ടാതാക്കണം. നാളെ ശത്രു ലജ്ജിച്ച് തല താഴ്ത്തുന്ന നിലയിൽ ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. 12-ാമത്തെ ഭാഗത്തിൽ പറയാം, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സന്ദർശന ദിവസത്തിൽ നമ്മുടെ നടപ്പ് നമ്മൾ നന്നാക്കിക്കോണം. അവർ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയും നിങ്ങൾ താഴ്ന്നിരിക്കരുത്. അത് തളർന്നിരിക്കരുത്. നിങ്ങൾ ഉത്സാഹഭരിതരായിട്ട് നിങ്ങൾ ചെയ്യുന്ന വേല നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ നേരിൻ്റെ പാതകളിൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുടെ ഇടയിൽ നടക്കുന്നതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുടെ ഇടയിലാണ് നമ്മുടെ നടപ്പതാക്കണം. നമ്മുടെ ദൈവജനത്തിനിടയിൽ നമ്മൾ നന്നായി അധ്വാനിക്കണം, നേരെ നടക്കണം. അവർക്കും ഒന്നും പറയുവാൻ ഇടവരുത്താതെ വേണം നമ്മൾ മുന്നേറണം. അപ്പോൾ ശത്രു ലജ്ജിച്ച് തല താഴ്ത്തുവാനിടയായി തീരും. നിങ്ങൾ തളർന്നു പോകരുതെന്ന് അതിൻ്റെ അർത്ഥം. സോ 14 പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളും നിങ്ങൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ട ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദോഷിക്കും തോറും, ജാതികളായി ദുഷ്പ്രവർത്തിക്കാരെന്ന് പറഞ്ഞ് നമ്മളെ ദോഷിക്കാൻ ഇടയുള്ളവർ, ദൈവമക്കളെന്ന് പറഞ്ഞവരും
ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ജാതികളാണ്, ദൈവമക്കളല്ല. ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ട ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും ആരെയും ദോഷിക്കത്തില്ല. അവർ ദുഷ്പ്രവർത്തിക്കാർ. സ്വതം ജഡമോഹങ്ങളെ വിട്ടകുന്ന ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോന്നും. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തി, നമ്മൾ പറയാം അവൻ പാസ്റ്റർ, അവൻ്റെ നടപ്പ് കണ്ടില്ല, അവൻ്റെ കയ്യിലിരിപ്പ് കണ്ട് അവൻ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ ദോഷിക്കുക എന്ന് വെച്ചു. നിങ്ങൾ മിണ്ടാതിരിക്കണം. അവൾ ദൈവവേദന, അവൾ വലിയ വിശ്വാസി, അവൾ പ്രാർത്ഥനയും കൂട്ടായ്മയായിട്ട് എപ്പോഴും ഇരിക്കുക, അവിടെ കയ്യിലിരിപ്പ് കണ്ടില്ല, അവൾ അതാ കാണിക്കുന്നത്, അവളിങ്ങനെ നടക്കുവാണ്, മറ്റേതാണ്, അവൾ വേറെ പണിക്കാ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. പറയല്ലോ, ബൈബിളൊക്കെ പിടിച്ച് പാവപ്പെട്ട ചില സഹോദരിമാരൊക്കെ ആരും കാണാത്ത ഭാഗത്തായിരിക്കും കൂട്ടായ്മയ്ക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേനും നാട്ടുകാർ പറയും, അപ്പോൾ തന്നെ വീട്ടിലും പറയും, അവൾ വേറെ പണിക്ക് പോവുക, അവൻ്റെ മറ്റേ കാണാൻ പോവുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിക്കുന്ന കാണാൻ മേലെ. ആ സഹോദരിമാർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അവരുടെ നീതി അവർക്ക് അവിടെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അവർ തുറന്ന് പറഞ്ഞാലും ആരും അംഗീകരിക്കത്തില്ല. അവരെല്ലാവരും ഇവരെ കുറ്റം വിധിക്കും. ആ സ്ഥലത്ത് നീ മിണ്ടാതിരിക്കണം, നീ പ്രാർത്ഥിക്കണം, നിന്റെ നടപ്പ് നന്നായിരിക്കണം, നീ നീതിയിൽ നടക്കണം, നീ വിശുദ്ധിയിൽ നടക്കണം, നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണം, നിന്റെ പ്രവൃത്തി ക്രിസ്തുവിലുള്ള നിന്റെ പ്രവൃത്തികൾക്ക് ഒരു ഭംഗവും വരാൻ നീ ചെയ്തോണം, നീ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കണം, നീ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന നിൽപ്പിൽ ഒരു ചഞ്ചലപ്പെടുകയും ചെയ്യരുത്. പരിഹസിച്ചിട്ട് അവനങ്ങ് പോകും. ശത്രുവിൻ്റെ ആയുധം പണ്ടേ നഷ്ടപ്പെട്ടത്. അവൻ എന്ത് പറഞ്ഞാലും നിന്റെ മേൽ ചേർന്ന് നേടാൻ കഴിയത്തില്ല. അവന് കുറേ നാൾ നിന്നെ അപമാനിക്കുവാൻ അല്ലെങ്കിൽ കുറേ നാൾ പറഞ്ഞു പരത്തുവാൻ പറ്റും. പക്ഷേ സ്തോത്രം, നിന്റെ നീതി പ്രഭാതം പോലെ ശോഭിക്കും. നീ ദൈവത്താൽ വിളിക്കപ്പെട്ടു, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ മിനുക്കിയ പൂണിയിലെ ആയുധവുമാണ്. നീ പ്രകാശിക്കുവാൻ വിളിക്കപ്പെട്ടതാണ്. നീ അനേകർക്ക് വെളിച്ചമാകുവാനും അനേകർക്ക് ഉപ്പാകുവാനും അനേകർക്ക് അനുഗ്രഹമാകുവാനും ദൈവം തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ പതറിപ്പോകരുത്. നിങ്ങൾ ചഞ്ചലരായി നിൽക്കണം, പുഞ്ചിരിച്ചോണ്ടങ്ങ് നിൽക്കണം, ഒന്നും പറയരുത്, ചുമ്മാ ചിരിച്ചേക്കണം, തലയങ്ങ് വിളിക്കേക്കണം. എനിക്കും നിങ്ങൾക്കും അറിയാം നാം ആരാൽ വിളിക്കപ്പെട്ടു, ആരാൽ തിരഞ്ഞെടുക്കപ്പെട്ടു, നാം ഓടുന്നത് എന്തിനാണ്. നമ്മുടെ പ്രത്യാശ സ്വീകാര്യം മുറുകെ പിടിച്ചോണം, നമ്മളൊന്നിട്ട് ഓടിക്കോണം. സ്വതന്ത്രം, അതാണ് കർത്താവ് നമ്മളെ പറ്റിയുള്ള ഉദ്ദേശം. നന്മ ചെയ്തോണം, സ്വതന്ത്രം, നന്മ ചെയ്തോണം. സ്വതന്ത്രം, നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവർക്ക് എന്ത് നന്മ ചെയ്യാമെന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ചിന്ത. അങ്ങനെ പോട്ടെ, കർത്താവ് നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെയോ ദൈവം മാനിക്കാനിടയായിത്തീരും, അല്ലേ? ഇങ്ങനെയാണ് ഇന്ന് പ്രഭാതം എന്നെ കാണുന്ന കുടുംബാംഗങ്ങളും സഹോദരങ്ങളെയും ദൈവം മാനിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുസലിലേക്ക് വരുന്നു. എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, കർത്താവേ സ്തോത്രം, പലവിധമായ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പല അപമാനങ്ങൾ ഏറ്റവരുണ്ട്, മുറിവേക്കപ്പെട്ടവരുണ്ട്, കർത്താവ് ഉടയപ്പെട്ടവരുണ്ട്, ഒറ്റപ്പെട്ടു പോയവരൊക്കെ ഉണ്ട്. കർത്താവെ അവരെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരുടെ കർത്താവെ നീതി വെളിപ്പെടുത്തുമാറാകണമേ, അവരുടെ സങ്കടങ്ങൾ കരുതി വരുത്തുമാറാകണമേ. അവരുടെ കർത്താവെ, അവരുടെ ഹൃദയത്തെ സ്വർഗത്തിലെ ദൈവം അവരുടെ കണ്ണുനീരുകളെ കാണുന്നുണ്ടല്ലോ, അപ്പം മറുപടി കൊടുക്കണേ. ശത്രുവായി നിന്ന് അവർക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കുകയും അവരെ നീതിയിൽ നടത്തുകയും അവരെ ദൈവ ചൈതന്യം അനുഭവിപ്പാൻ ഇടയാക്കേണ്ടതിന് കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കും. എല്ലാ ബലഹീനതകളെയും പൊറുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവരൊരു അത്ഭുതമായി തീരട്ടെ കർത്താവെ, അവർ അനുഗ്രഹമായി തീരട്ടെ. അവർക്ക് നന്മയുള്ള പ്രാപ്തിയും കൃപയും കൊടുക്കട്ടെ. പ്രശ്നങ്ങളുടെ നടുവിൽ അവർ മൗനമായി ഇരിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കട്ടെ. പ്രതികരിക്കാതെ പ്രകോപനമുണ്ടാകാത്തവണ്ണം കർത്താവെ ആ കൃപയുടെ കരങ്ങളിൽ താഴ്ന്നിരുന്ന് ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാൻ അവരെ ഇടയാക്കണമേ. ദൈവം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവിൻ്റെ ഉള്ളം കരങ്ങളിലേക്ക് തരികയാണ്. ഞങ്ങൾ വിളിക്കപ്പെട്ടത് നന്മ ചെയ്യുവാനാണല്ലോ കർത്താവെ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനല്ലോ, സഹോദരങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണല്ലോ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനല്ലോ കർത്താവെ. അതിനുള്ള കൃപ എൻ്റെ പ്രിയ സഹോദരിമാർക്ക്, സഹോദരന്മാർക്ക്, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ. അവരെ അനുഗ്രഹിക്കണം. ഇന്ന് എക്സാമിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അവർ എക്സാമുകൾ അനായാസന എഴുതുവാൻ അവരെ ശക്തീകരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വരുമാന സ്രോതസ്സുകളിലൊക്കെ ബന്ധപ്പെടുന്നവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സങ്കടത്തോടെ ഇന്ന് കാണുന്നവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വഴിയറിയാതെ കുഴങ്ങി നിൽക്കുന്ന ജീവിതം എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗം വാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ ആ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സ്വന്തം കർത്താവെ, ഇന്ന് പകൽ നടക്കുന്ന ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണം. കർത്താവിൻ്റെ കൃപയുടെ കരുണ തരുന്ന സ്നാന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം, ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളം കരങ്ങളിലേക്ക് തിരികെയാണ്. പിതാവ്, പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലൊരു സ്നാനമുണ്ട്. നമ്മൾ ബാംഗ്ലൂരാണ്. പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നമ്മളേവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. God bless you. Love you everyone. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. പ്രാർത്ഥനാ വിഷയങ്ങൾ അതിനിടയിൽ ടെക്സ്റ്റ് ചെയ്യണം. സ്വതന്ത്രം നമ്മുടെ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനകളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യണം. സ്വതന്ത്ര യാത്രയിലായതുകൊണ്ട് റേഞ്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം, ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന ഒന്ന് മുടങ്ങിയാലും നിങ്ങൾ പൊറുക്കണമേ. സ്വതന്ത്രം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നന്നായി ചെയ്യുവാൻ കർത്താവ് സഹായിക്കുമല്ലോ. God bless you once again. Love you.